അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളിന്ന് ഇസ്മുൽ ആലത്തിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, എന്താണ് ഇസ്മുൽ ആലത്ത്? ഒരു ഫിഅലിൽ നിന്ന് അതിൻ്റെ വസ്തു അഥവാ അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നുള്ള രൂപത്തിൽ നമ്മളൊരു പറയുമ്പോൾ അത് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് കുറേ ഉദാഹരണങ്ങളൊക്കെ കാണാം. 3 രൂപത്തിലുള്ള കാറ്റഗറിയിലുള്ള ഉദാഹരണങ്ങളാണ് സ്ക്രീനിലുള്ളത്, കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കുക. ഫതഹ്തുൽ ബാബ, ഞാൻ വാതിൽ തുറന്നു, ബിൽ മിഫ്താഹി, ചാവി കൊണ്ട്. ഫതഹ എന്നുള്ളതിൻ്റെ എന്ന ഫിഅലിൻ്റെ മിഫ്താഹ് എന്നുള്ള ഇസ്മുൽ ആലത്ത് അഥവാ തുറക്കാൻ ഉപയോഗിക്കുന്ന വസ്തു, ചാവി എന്നർത്ഥം. പിന്നെ നശറത്തുൽ ഖശബ, ഞാൻ മരത്തടിയെ പിളർത്തി, ബിൽ മിൻഷാരി, ഈർച്ച വാളുകൊണ്ട്, ഈരാൻ ഉപയോഗിക്കുന്ന വാളുകൊണ്ട് ഞാൻ മരത്തടിയെ ഈർന്നു, പിളർത്തി. ഹറസ്തുൽ അർള, ഭൂമിയെ ഞാൻ കൃഷി ചെയ്തു, ബിൽ മെഹ്റാസി. മെഹ്റാസ് എന്ന് പറയുമ്പോൾ നമ്മളെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധം. ഓക്കെ, ട്രാക്ടർ എന്നൊക്കെ പറയാം നമ്മൾക്ക്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഉദാഹരണം ബറത്തുൽ ഹദീദ, ഞാൻ ഇരുമ്പിനെ തണുപ്പിച്ചു, അതിനെ മെൽറ്റാക്കി. എന്ത് ചെയ്തു? ബിൽ മിബറദി, അഥവാ ഇരുമ്പിനെ ചൂടാക്കിയിട്ട് നമ്മളെന്താവും, അതൊന്ന് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുന്ന രൂപമുണ്ട്. അടിച്ചിട്ട് അതിനെ പരത്തുന്ന രൂപമുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ആ ഒരു മെഷീനും. ഗസൽ തു അസൂഫ, ഞാൻ രോമത്തെ നെയ്തു, രോമം കൊണ്ട് തുന്നിച്ചേർത്തു എന്നൊക്കെയാണ് അർത്ഥം. വസല, മിഗ്സൽ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആയുധം. ഖുത്തുൽ ജമല, ഞാൻ ഒട്ടകത്തെ നയിച്ചു, ബിൽ മിഖ്വദി, നയിക്കാൻ എന്താണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അഥവാ വടിയാവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദണ്ടുകളാവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായി, ഒട്ടകത്തെ നയിച്ചു, തൊലിച്ചു. ഖനസൽ ഖാദിമു, ഖാദിം അഥവാ സേവകൻ ക്ലീൻ ചെയ്തു, അൽ അർള, ഭൂമിയെ, ബിൽ മിക്നസത്തി, ക്ലീൻ ചെയ്യുന്ന ഉപകരണം കൊണ്ട്, ചൂലുകൊണ്ട് എന്ന് വെക്കാം. ഓക്കെ, അടിച്ചുവാരി എന്നാണ് അർത്ഥം. തൊറക്കൽ ഹദ്ദാദു അൽ ഹദീദ, ഇരുമ്പിനെ, ഹദ്ദാദ് എന്ന് പറയുമ്പോൾ കൊല്ലൻ, അവന് അടിച്ചു. ബിൽ മിത്വറക്കത്തി, ആ ദണ്ട് കൊണ്ട്, ഹാമർ കൊണ്ട്. ലഅഖത്തിഫ്ലു, കുട്ടി കോരിയിട്ടു. അത്വആമ, ഭക്ഷണത്തെ, ബിൽ മിൽ അക്കത്തി, സ്പൂണ് കൊണ്ട് തൻ്റെ വായിലേക്ക് ഭക്ഷണത്തെ ആക്കി എന്നാണ് ലഅഖയുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ ആ പദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. 3 കാറ്റഗറി ഉദാഹരണങ്ങൾ. ഒന്ന് മിഫ്താഹാണ്, അതുപോലെ മിൻഷാർ, മെഹ്റാസ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ മിബ്രദ്, മിഅ്സൽ, മിഖ്വദ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ മിക്നസത്ത്, മിത്രക്കത്ത്, മിൽഅക്കത്ത്. ഓക്കെ, അപ്പോൾ 3 രൂപത്തിലുള്ള വസിനുകളാണ് നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അർത്ഥങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ 3 രൂപത്തിലും 3 വസിനിലായിട്ട്, 3 സീഗയിലായിട്ട് ഇസ്മുൽ ആലത്ത് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഖായിദ നമുക്ക് പരിചയപ്പെടാം. എന്നിട്ട് ഉദാഹരണങ്ങൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇസ്മുൽ ആലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ, അതൊരു ഇസ്മാണ്. മസൂഖുൻ മിൻ മസ്ദരി അസുലാസി അൽ മുതഅദ്ദി, സുലാസിയായിട്ടുള്ള മുതഅദ്ദിയായിട്ടുള്ള ഫിഅലിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരു ഇസ്മാണ് ഇസ്മുൽ ആലത്ത് എന്ന് പറഞ്ഞാൽ. സുലാസിയായ ഒരു ഫിഅൽ, ഉദാഹരണമായിട്ട് നമ്മൾ പറയുമ്പോൾ ഫതഹ, തുറക്കുക എന്നാണ്. അത് മുതഅദ്ദിയാണോ? ആണ്. കാരണം എന്താ? അത് ഫായിലിൻ്റെ പ്രവൃത്തി മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നുണ്ടല്ലോ. ഫതഹ്തു, ഞാൻ തുറന്നു. എന്തിനെ തുറന്നു? അൽ ബാബ, വാതിലിനെ തുറന്നു എന്ന് നമുക്ക് ചോദിക്കാമല്ലോ, പറയാലോ. അപ്പോൾ മുതഅദ്ദിയാണ്, സുലാസിയാണ്. അതിൻ്റെ മസ്ദറിൽ നിന്ന് എടുക്കണം. മസ്ദറിൽ നിന്ന് എടുക്കപ്പെടുന്ന ഇസ്മിനാണ് ഇസ്മുൽ ആലത്ത് എന്ന് പറയാം. അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക? ലിദ്ദലാലത്തി, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ അതിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ എങ്ങനെ വരിക? അലാമ, ഒന്നിൻ്റെ മേലിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വഖഅൽ ഫിഅലു, ആ പ്രവൃത്തി, തുറക്കുക എന്നുള്ള പ്രവൃത്തി സംഭവിച്ചു. ബി വാസിതതിഹി, അതിൻ്റെ പ്രവർത്തനം മൂലം. ഓക്കെ, അപ്പോൾ അതുമൂലമാണ് ഈ പ്രവൃത്തി സംഭവിച്ചിട്ടുള്ളത്. ഫതഹ എന്നുള്ളതിൽ നിന്ന് മിഫ്താഹ് അഥവാ കീ, ചാവി എന്ന് നമ്മൾ അതിന് പറയുമ്പോൾ ഫതഹ, തുറക്കുക എന്നുള്ള പ്രവൃത്തി സംഭവിച്ചത് എന്ത് കാരണത്താലാണ്? മിഫ്താഹ്, നമ്മുടെ ചാവി കാരണത്താലാണ് തുറക്കുക എന്നുള്ളത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലിൽ പറയാൻ ഉപയോഗിക്കുന്ന ആ അർത്ഥത്തിൽ വരുന്നതാണ് ഇസ്മുൽ ആലത്ത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇസ്മുൽ ആലത്ത് ഏതൊക്കെ വസിലാണ് വരിക എന്ന് പറയാം. ഓക്കെ, ലിസ്മിൽ ആലത്തി, ഇസ്മുൽ ആലത്തിനുണ്ട് സലാസത്തു ഔസാനിൻ, 3 വസനുകളുണ്ട്. 3 കാറ്റഗറി ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് 3ഉം വ്യത്യസ്തമായിട്ടുള്ള വസനുകളായിരുന്നു. സമാഇയത്തുൻ, അതൊക്കെ സമാഇയായിട്ട് വന്നതാണ്. അഥവാ അറേബ്യൻ നാടുകളിൽ നിന്ന്, അറബികളിൽ നിന്ന് കേട്ടിട്ടുള്ള കേട്ട് രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അവരുപയോഗിച്ചിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വഹിയ, ആ 3 വസനുകൾ ഏതൊക്കെയാണ്? ഒന്ന് മിഫ്ആല്, ഒന്നാമത്തെ കാറ്റഗറി ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മിഫ്താഹ്, മിൻഷാർ പോലത്തെ, മിഹ്റാസ് പോലത്തെ ഉദാഹരണങ്ങൾ. ഓക്കെ, പിന്നെ മിഫ്അൽ, മിഫ്അൽ നമ്മൾ പറഞ്ഞു മിബ്രദ്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് മിഫ്അലത്ത്, മിഫ്അലത്ത് വസിലിലും വരും. അപ്പം മിഫ്അലത്ത് വസിലിലാണ് എന്നീ 3 വസിലിലാണ് ഇത് വരിക. മിഫ്അലത്ത് വസിലിൽ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ കാറ്റഗറി ഉദാഹരണം മിത്തറഖത്ത്. ഓക്കെ, മിക്നസത്ത് പോലത്തെ ഉദാഹരണം ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഫതഹ്തുൽ ബാബ ബിൽ മിഫ്താഹി, അതുപോലെ നശർതു അൽ ഖസബ ബിൽ മിൻഷാരി, ഈർച്ചവാള കൊണ്ട് ഈർന്നു. ഹറസ്തുൽ അർള ബിൽ മിഹ്റാസി, ട്രാക്ടർ കൊണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സെറ്റാക്കി. മിഹ്റാസ്, മിഫ്താഹ്, മിൻഷാർ എന്നുള്ളതൊക്കെ മിഫ്ആൽ വസിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ബറത്തുൽ ഹദീദ ബിൽ മിബ്റദി, വസൽതു സൂഫ ബിൽ മിഗ്സലി, ഖുദ്തുൽ ജമല ബിൽ മിഖ്വദി. അതിൻ്റെയൊക്കെ ഫിഅൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബറദ, ഗസല, ഖാദ എന്നുള്ളതാണ് മിഖ്വദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫിഅൽ. ഓക്കെ, അപ്പോൾ മിബ്റദ്, മിഗ്സൽ, മിഖ്വദ് എന്നുള്ളതൊക്കെ മിഫ്അൽ വസനിലാണ് വന്നിട്ടുള്ളത്. ഖനസൽ ഖാദിമു അൽ അർള ബിൽ മിക്നസതി, തുറക്കൽ ഹദ്ദാദു അൽ ഹദീദ ബിൽ മിത്രഖതി, ലഅഖത് തിഫ്ലു അത്തുആമ ബിൽ മിൽഅഖതി എന്നുള്ളതൊക്കെ. മിൽഅഖത്ത്, മിക്നസത്ത്, മിത്രഖത്ത്, അതൊക്കെ മിഫ്അലത്ത് വസനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഫിഅലുകൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ 2 ഖായിദയും മനസ്സിലാക്കി ഏതൊക്കെ വസിലാണ് ഇസ്മുൽ ആലത്ത് ഉണ്ടാവുക, അതുപോലെ
എന്താണ് ഇസ്മുൽ ആലത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കി. ഇനി സിമ്പിളായിട്ടുള്ള കുറച്ച് കുറച്ച് തംരീനാത്തുകളാണ്. ഒന്നാമത്തെ തംരീനാത്ത് അടിയിൽ കുറച്ച് 5 ജുംല കൊടുത്തിട്ടുണ്ട്. അതിൽ ഇസ്മു ആലത്ത് എന്തൊക്കെയാണ്, ആ ഇസ്മു ആലത്തിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ. പിന്നെ ഒന്നാമത്തെ തംരീന് നിങ്ങൾ എഴുതണം. അതുപോലെ മൂന്നാമത്തെ തംരീന് 3 ജുംല ഉണ്ടാക്കുക. അതിൽ ഒന്ന് മിഫ്ആല് വസിലിൽ വരുന്ന ഇസ്മുൽ ആലത്തിനാണ് ഉദാഹരണം. രണ്ടാമത്തത് മിഫ്ആല് വസിലിൽ വരുന്ന ഇസ്മു ആലത്തിന് ഉദാഹരണം. പിന്നെ മിഫ്ആലത്ത് വസിലിൽ വരുന്ന ഇസ്മു ആലത്തിന് ഉദാഹരണം. നമ്മുടെ തംരീനാത്തുകളിലോ അതുപോലെ കിതാബിൻ്റെ തുടക്കത്തിലോ ഉദാഹരണമായിട്ട് പറയാത്തതോ ആയിട്ടുള്ള ജുംലകളാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സിമ്പിളാണല്ലോ അല്ലേ? പിന്നെ അവസാനത്തെ തംരീന് ബൈത്താണ്. അതിനെ ഷറഹ് ചെയ്യാനാണ്. ഷറഹ് ചെയ്തിട്ട് ഇഅ്റാബ് ചെയ്യുക. ഒന്നാമത്തേന് ഇഅ്റാബ് ചെയ്യുക, രണ്ടെണ്ണത്തിന് നിങ്ങൾ ഷറഹ് ചെയ്യുക. പിന്നെ അതിൽ ഏതൊക്കെയാണ് 2 ബൈത്തിലും ഏതൊക്കെയാണ് ഇസ്മു ആലത്ത്, ഏതൊക്കെയാണ്, അത് ഏത് ഫിഅലിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നും നിങ്ങൾ രേഖപ്പെടുത്തുക, എഴുതുക. ഓക്കെ. ലിസാനി വസൈഫി സ്വാരിമാനി കിലാഹുമ വയബുലുഗു മാല യബുലുഗു സൈഫു മിദ്വദി. ലിസാനി എൻ്റെ നാവ്, വസൈഫി എൻ്റെ വാളും, സ്വാരിമാനി നല്ല മൂർച്ചയുള്ളതാണ്, കിലാഹുമ രണ്ടും നല്ല മൂർച്ചയുള്ളതാണ്. ഓക്കെ. പിന്നെ വയബുലുഗു എത്തും, മാല യബുലുഗു അസൈഫു വാള് എത്താത്ത സ്ഥലത്ത് എത്തും. എന്ത്? മിദ്വദി എൻ്റെ നാവ്. മിദ്വദ് എന്നുള്ളത് എന്താണ്? നാവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. താഴെ കൊടുത്തിട്ടുണ്ട്. ദാദ യുദാദു, യദൂദു, യുദാദു എന്നുള്ളതാണ് അതിൻ്റെ മജ്ഹൂലായിട്ടുള്ള രൂപം. ദാദ യദൂദു എന്നാണ് അതിൻ്റെ ഫിഅല്. അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? നമ്മൾ ആട്ടിയോടിക്കുക, തെറി പറയുക എന്നുള്ളതല്ലേ. അപ്പോൾ മിദ്വദ് എന്ന് പറയുമ്പോൾ തെറി പറയാൻ ഉപയോഗിക്കുന്ന ആയുധം അതെന്താണ്? നാവാണ്. ഓക്കെ. പിന്നെ ഫലൽ മാലു യുൻസീനി ഹയാത്തി വ ഇഫത്തി. ഫലൽ മാലു മുതലല്ല, യുൻസീനി എന്നെ മറപ്പിക്കൂല, ഹയാത്തി എൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ മറപ്പിക്കുകയില്ല, വ ഇഫത്തി എൻ്റെ ശുദ്ധിയെയും ചാരിത്ര ശുദ്ധിയെയും മറപ്പിക്കുകയില്ല. അഥവാ കൂടുതൽ മുതലുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ എന്താവില്ല, എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ മറക്കുകയില്ല, അതുപോലെ എൻ്റെ ചാരിത്ര ശുദ്ധിയും അത് മറക്കുകയില്ല. അപ്പോൾ ഞാൻ അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. വലാ വാഖിഅത്തു ദഹരി, അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങളും എന്നെ മറപ്പിക്കൂല. യഫ്ലുൽന അത് ലഘൂകരിക്കില്ല. എന്തിനെ? മിബ്രദി മിബ്രദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇരുമ്പ് ചൂടാക്കിയിട്ട് അത് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത്. അപ്പോൾ അതിൻ്റെ ആശയം പറയുന്നത് എൻ്റെ ഹിമ്മത്ത്, എൻ്റെ മനക്കരുത്തിനെ ലയിപ്പിക്കാനും സാധിക്കുകയില്ല. വലാ വാഖിഅത്തു ദഹരി പരീക്ഷണങ്ങൾ നേരിടുന്ന സമയത്ത് യുഫ്ലിൽന അതെന്താവൂല. വലാ വാഖിഅത്തു ദഹരി യഫ്ലുൽന മിബ്രദി എൻ്റെ ആ ഒരു ഹിമ്മത്ത് അഥവാ ആ ഹിമ്മത്തിനെ ലയിപ്പിക്കാൻ ഒരിക്കലും വാഖിഅത്തു ദഹർ ജീവിതത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കോ പ്രയാസങ്ങൾക്കോ കഴിയുകയില്ല. ഓക്കെ. ഇനി താഴെ നിങ്ങൾ നോക്കുക. വാഖിഅത്തു ദഹർ എന്ന് പറയുമ്പോൾ അത് വിപത്തുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഫല്ല എന്നുള്ളത് എന്താണ്?
അത് നമ്മൾ ലയിപ്പിക്കുക, ലഘൂകരിക്കുക എന്നൊക്കെ പറയും അർത്ഥം. മിബ്രദ് എന്ന് പറയുമ്പോൾ ഹദീദിനെ, ഇരുമ്പിനെ നമ്മൾ എന്താവുക ചൂടാക്കിയതിന് ശേഷം അതിനൊന്ന് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഹിമ്മത്ത് ലഭിക്കുന്ന വസ്തു, ആലത്ത്, ഉപകരണം, ഹിമ്മത്ത് ലഭിക്കുന്ന ഉപകരണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്നാമത്തത് മാത്രം ഇഅ്റാബ് ചെയ്യുക, ബാക്കിയുള്ളതിനൊക്കെ ശറഹ് ചെയ്യുക. അതിലേതാണ് ഇസ്മു ആലത്തുള്ളത് എന്ന് എഴുതുക, അത് ഏത് ഫേലിൽ നിന്നാണ് വന്നിട്ടുള്ളതും എന്ന് എഴുതുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.